കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അധികാരത്തിൽ വരണമായിരുന്നുവെങ്കിൽ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പ്രീണിപ്പിക്കേണ്ടതായിരുന്നു. 7000 കോടിയിലധികം വാരിക്കോരി കൊടുത്തത് ഓരോ വിവിധ പദ്ധതികൾക്ക് മഖാന എന്ന് പറയുന്ന ആ മഖാന ബോർഡിന് വേണ്ടി വാരിക്കൊടുത്തൊക്കെ നമുക്കറിയാം. ഈ നന്ദു ഇത്ര ഘോരഘോരം വാദിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ഒരു റിപ്പോർട്ട് വന്നത്. എന്താണെന്നറിയാമോ? അതായത് ലോകത്ത് പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ, വിശക്കുന്നവരുടെ പട്ടികയിൽ ബംഗ്ലാദേശിനും താഴെയാണ് ഇന്ത്യ. എവിടെയാണ് താങ്കളുടെ മോദി സർക്കാരിൻ്റെ ആ വലിയ വികസന നേട്ടം എടുത്ത് കാണിക്കാൻ കഴിയുന്നത്? ബീഹാറിൽ അത് ചെയ്തു ഇത് ചെയ്തു പറയുമ്പോൾ രാജ്യത്തിൻ്റെ 140 കോടി ജനത്തിൻ്റെ കൂടുതൽ പേരും പട്ടിണിയിലാണെന്നുള്ള കണക്കാണ്. അതാരും കാട്ടിയ കണക്കല്ല. ഞാൻ കൈരളി ചാനലിന്റെ അവതാരകനോട് അദ്ദേഹത്തിനോട് പറയുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് കാണുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് പറയുന്നത്. സിജു, ബഹുമാനപ്പെട്ട സിജു, താങ്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് അങ്ങനെ ഡിബേറ്റ് ചെയ്യാനാണെങ്കിൽ, നിങ്ങൾ പറയുന്ന പല സൂചികകളുടെ കണക്കിൽ ഡിബേറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് പല കണക്കുകളും അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. ആ കണക്കുകളൊക്കെ ചോദിച്ചാൽ ഇവിടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഞാൻ പറയാന്ന് നിങ്ങൾ പറഞ്ഞ പല കണക്കുകളുടെയും കഥകൾ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സിജുവിന് ഈ ഒരു ചർച്ച കൊണ്ട് താങ്കൾക്ക് ഈ ചർച്ചയിൽ തന്നെ അത് തീർത്തു പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ചില കണക്കുകളുടെ ചർച്ച. പക്ഷേ അന്ന് നന്ദു പറഞ്ഞതാണ് ഘോരഘോരം പ്രസംഗിക്കുന്നത് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് വളരെ നിർണായക ഒരു വിഷയം. രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുകയാണെന്ന് പറയുമ്പോൾ അന്നെടുത്ത് സൂചിപ്പിച്ചു മാത്രമാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ 80 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് കള്ളമാണോ, ഗീർവാണമാണോ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഘോരഘോരം പ്രശ്നമാണോ? അത് നടക്കുന്നുണ്ടോ? 80 കോടി ജനതയെ നിത്യദാരിദ്ര്യത്തിലാക്കിയ വികസന കാഴ്ചപ്പാട്, 80 കോടി ജനതയ്ക്ക് ഇങ്ങനെ ആഹാരം കൊടുക്കേണ്ടി വരുന്ന എന്നും കൂടി പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ ചർച്ചയിലേക്ക് വരാം. അങ്ങനെ താങ്കൾ പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. മോദി സർക്കാരിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരതിലൂടെ 5 ലക്ഷം രൂപ ഒരു സാധാരണക്കാരന് കിട്ടുന്ന ഒരു പദ്ധതി ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു സർക്കാരുകൾക്കും സാധിക്കാത്തൊരു പദ്ധതി അവതരിപ്പിച്ച് അവിടെ ഏതാണ്ട് 4.5 കോടി കുടുംബങ്ങൾക്ക് അത്തരം പദ്ധതികൾ കിട്ടുന്നു. അത് ഞാൻ പറഞ്ഞത് വെറുതെ ഒരു പ്രസംഗത്തിന് പറഞ്ഞതാണോ? ആണോ? അങ്ങനെയാണോ? അങ്ങനെ ഒരു താല്പര്യം, അങ്ങനെ അഭിപ്രായം താങ്കൾക്കുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് കണക്കുകളൊക്കെ പറയുന്നുണ്ടല്ലോ. താങ്കൾ ഈ കണക്കുകളൊക്കെ നമ്മൾ വിഷയം ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ആയതുകൂടി കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. അതായത് താങ്കൾ ഈ കണക്കുകളൊക്കെ പറയുമ്പോഴേ ഈ മറ്റേ വീട്, നമ്മുടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട്, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 72,000 കോടി രൂപ മാത്രമാണ് നിങ്ങളുടെ സർക്കാർ തരുന്നത്. എന്നിട്ട് അതിന് ചില ന്യായങ്ങൾ വെച്ച് അറിയാം. മോദിയുടെ പടം വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ പറഞ്ഞതിൽ തന്നെ എനിക്ക് ഉത്തരമുണ്ട്. നിങ്ങൾ എന്ത് വികസനം പറഞ്ഞാലും 80 കോടി പേർ പട്ടിണിയിലാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. മോദിയുടെ പടം ഏത് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയിലാണ് മോദിയുടെ പടം വെക്കണമെന്നുള്ള ഗവൺമെന്റ് ഓർഡർ ഉള്ളത്? ഒന്ന് കാണിക്കാമോ? അതിവിടെ നമ്മൾ കണ്ട് ചർച്ച ചെയ്ത് കാണിക്കാമെന്നോ? നിങ്ങൾ ചുമ്മാ എഴുതി കൊടുത്താണ് പറ്റില്ലാന്ന്. നിങ്ങൾ കൊണ്ടുപോവാ, ആ തെളിവ് കൊണ്ടുപോവാ. തരാം. ബീഹാർ അല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ബീഹാറാണല്ലോ വിഷയം. ബീഹാറിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. വികസന പ്രവർത്തനങ്ങൾ നടത്തി കോൺഗ്രസ് ഇത് പഠിക്കണം. പക്ഷേ റോണി കെ ബേബിക്ക് മറുപടി പറയാൻ സിജു, ഞാൻ താങ്കൾ പറഞ്ഞതിൽ ഞാൻ ആദ്യത്തെ പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി 2 പോയിന്റ് കൂടി എനിക്ക് പറയാനുണ്ട് ആ കാര്യത്തിൽ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ മുതൽ തുടങ്ങിയിട്ടുള്ള രാജ്യത്തിന് രാജ്യവിരുദ്ധ പരാമർശങ്ങളുടെ ഒരു കൂടാരമായി കോൺഗ്രസ് മാറി. ആ രാജ്യവിരുദ്ധ പരാമർശങ്ങളുടെ നാവായി, രാഷ്ട്രവിരുദ്ധരുടെ നാവായി കോൺഗ്രസ് മാറിയതിന്റെ പ്രതിഫലനം നിങ്ങൾ നോക്കൂ. ഈ ചില ആൾക്കാരെ ചുമന്നവനും നാറും എന്ന് പറയുന്നത് പോലെ ഒരു ഘട്ടത്തിൽ RJDക്ക് കൃത്യമായി മുൻതൂക്കം ഉണ്ടായിരുന്നിടത്ത് കോൺഗ്രസിന്റെ വാക്കും കേട്ട് കോൺഗ്രസ് പറഞ്ഞ ലൈനിലൂടെ നടന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം RJDയുടെ സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞുകൊണ്ട് RJDയും ഒരു രാഷ്ട്രവിരുദ്ധന്റെ നാവായി മാറി എന്നുള്ള നിലയിലേക്ക് ബീഹാറിലെ ജനത വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറിയത്. അപ്പോൾ രാഷ്ട്രവിരുദ്ധരുടെ നാവും മുഖവുമായി മാറിയ രാഹുൽ ഗാന്ധിയെ ചുമന്നതുകൊണ്ട് RJDക്ക് അവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു.